ഹലോ കൂട്ടുകാരെ, ഇതുകൊണ്ടോ ഫേൺ ചെടി. ഞങ്ങളിതിന് ഫേണിന് പന്നൽ ചെടി എന്നൊക്കെ പറയേ. കണ്ടോ, അത് പാത്രത്തിൽ ഒരു ബോട്ടിൽ വെച്ചാൽ നല്ല രസം കാണാം കേട്ടോ. വെറുതെ കയ്യാലേലും റോഡ് സൈഡിലൊക്കെ മഴ പെയ്യുമ്പം കാണുന്നതേ. പറിച്ച് നട്ട് ചട്ടി വെച്ചെങ്കിൽ നല്ല ഭംഗി. നോക്കിയേ, ഞങ്ങളിതിന് ചെരവ പൈപ്പ് എന്ന് പറയും. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല പച്ചക്കളറ്. ഇത് നോക്കിയാൽ എത്ര ഭംഗിയെന്ന് നോക്കിയാൽ കൂട്ടുകാരെ. ഞങ്ങളെ പന്നൽ ചെടി എന്ന് പറയും, ചെരവ പൈപ്പ് എന്നൊക്കെ പറയും. കണ്ടോ, നല്ല കളറാണ്. ഇത് പറിച്ച് ചട്ടി നട്ടാൽ നല്ല രസമാണ് കാണാൻ. ഞാൻ ആ ബൗളിൻ്റെ അകത്ത് വെച്ചു. ഇത് നട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക, തണലത്ത് വെക്കുക. ഹാങ് ചെയ്യാനും നല്ല തൂക്കിയിടാനേ. എന്നിട്ടില്ലേ, ഇച്ചിരി മണ്ണ് മതി, ഇച്ചിരി വെള്ളവും. എന്നും വെള്ളം ഒഴിക്കണേ, 2-3 ആഴ്ച കൂടും വെള്ളം ഒഴിച്ചാൽ മതി. ലേശം മണ്ണോ മണലൊക്കെ മതി. എന്നിട്ടില്ല, അരി കഴുകിയ വെള്ളം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ നിന്നോളും. ഇപ്പോൾ ചെറിയ പാത്രത്തിലൊക്കെ നട്ടു വെച്ചാൽ മതി. കണ്ടോ, നല്ല രസമാണ് കാണാൻ. വെറുതെ ഉണ്ടായി വരുന്ന, പക്ഷെ അത് നമ്മൾ പാത്രത്തിൽ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗി. നട്ട് കഴിയുമ്പോഴേ കണ്ടോ, എത്ര പച്ചപ്പാണ്. ഇങ്ങനെ ഒരു ഇച്ചിരി പറിച്ച് ഒരു പാത്രത്തിൽ ചെറിയ ബോട്ടിൻ്റെ അകത്ത് വെച്ചാൽ മതി, ഒരു ചട്ടി വെച്ചാൽ മതി. വെറുതെ ഉണ്ടായി വരും, നമുക്ക് പറിച്ച് ചട്ടി വെക്കുമ്പോൾ നല്ല ഭംഗി. ഈ ഫേണിനൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ പറയായിരുന്നു പന്നൽ ചെടി എന്നൊക്കെ, ചെരവ പൈപ്പ് എന്നൊക്കെ. ഇതിൻ്റെ തന്നെ പല സൈസുണ്ട്. പണ്ടിങ്ങനെ കയ്യെ വെച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ പൗഡർ പോലെ വരും. ഇതേ ഡിസൈനിൽ പടം വരച്ച പോലെ തോന്നും. നോക്കി എത്ര ഭംഗിയെന്ന് ഓരോ ഇലയ്ക്കും. ഞാനിത് മേശപ്പുറത്ത് കൊണ്ടുവന്ന് ബൗളിൻ്റെ അകത്ത് വെച്ച്, നല്ല ഭംഗിയാണ്. ഒരാഴ്ച മിച്ചം ഇരിക്കും കേട്ടോ. അന്നേരം പയ്യെ വാടാൻ തുടങ്ങുമേ. കേട്ടോ, കാണാൻ ഭംഗിയല്ലേ. ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ബൗളിൻ്റെ അകത്ത് വെച്ചാൽ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടം. കണ്ടോ, ആ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇതിന് 400 രൂപ 300 രൂപയൊക്കെ കേട്ടോ കൂട്ടുകാരെ. നമുക്കിവിടെ വെറുതെ കിട്ടുന്നതല്ലേ. കണ്ടോ, നല്ല ഭംഗി കാണാൻ. ഫ്ലിപ്കാർട്ടിലൊക്കെ എന്നാ വിലയാണ്. ചിലർക്ക് അങ്ങനെയല്ലേ, പൂവില്ലാത്തൊക്കെ വലിയ ഇഷ്ടമല്ലേ, പൂവില്ലാത്ത ചെടികൾ. അവരൊക്കെ മേടിച്ച് ഇങ്ങനെ മേശപ്പുറത്തൊക്കെ വെക്കും. അല്ലെ, ഹാങ് ചെയ്തിടാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, എന്നെ ഇളം പച്ച കളറാന്ന് നോക്കി. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ, അല്ലേ കൂട്ടുകാരെ. സ്വല്പം മണ്ണ് മതിയേ. എന്നിട്ട് നമ്മൾ നട്ടിട്ട് അന്നേരം മാത്രം വെള്ളം ഒഴിക്കും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്താൽ മതി. ഇലകളിലൊക്കെ അരി കഴിയ വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുക, നേർപ്പിച്ചേ. എത്ര ഭംഗിയെന്ന് നോക്കി. പ്രത്യേക വളവും പരിചരണവും ഒന്നും വേണ്ട. എങ്ങനെ ഷെയ്ഡി വെച്ചാൽ മതി. ഹാങ് ചെയ്യുകയും ഇടാം. ആദ്യം വെയിൽ പറ്റിയാൽ മാത്രം. കണ്ടോ, എന്ത് ഭംഗിയെന്ന് നോക്കിയാലൊക്കെ. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ബുക്കിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ 2 ദിവസം കൊണ്ട് നടക്കുക കുഞ്ഞുനാളിൽ. എന്നൊക്കെ ഇത് കാണാൻ നല്ല രസമായിരുന്നു.
ഇപ്പോഴും കാണാൻ രസം തന്നെ. കണ്ടോ, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നാ രസമാണ്. അതുകൊണ്ട് അതിൻ്റെ വേരയിൽ നിന്നൊക്കെ ഉണ്ട്, വേരൊക്കെ ഇതാ ഇങ്ങനെയാണ്. കണ്ടോ, അതിങ്ങനെ വെച്ചിട്ട് മണ്ണയിലോട്ട് വെച്ചിട്ട് ഇച്ചിരി മണ്ണ് മേലെ ഇട്ടാൽ മതി. കണ്ടോ, ഇത് കണ്ടോ, വേരിങ്ങനെ പോകും, എന്നിട്ട് തണ്ടും പൊട്ട് വരും. നല്ല രസമല്ലേ കൂട്ടുകാരെ? താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടോ, ഇത് നല്ലൊരു ഭംഗിയല്ലേ? ഇതാണ് ചെരോപ്പയ്പ്പൻ എന്നൊക്കെ പറയും, പന്നൽ ചെടി എന്ന് പറയും.